ദേ ഇതെന്താണെന്ന് മനസ്സിലായോ? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആടിൻ്റെ തല വാങ്ങിച്ചപ്പോഴത്തേന് ഞാൻ തലച്ചോറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ശരിയാക്കാമെന്ന് വിചാരിച്ചേ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ പുറത്തൊരു ചെറിയൊരു പാടയൊക്കെ ഉണ്ടാവുകയും അതെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 മുട്ടയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ നല്ലപോലെ അടിച്ചെടുക്കണത്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണത്. ചെറിയ ഉള്ളിയാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സവാള ഞാനധികം ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ പൊടി പോലെ അരിഞ്ഞു വെച്ചേക്കണം ചെറിയ ഉള്ളിയും പിന്നെ ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പൊടികളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി. മുളക് പൊടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. താറാമുട്ടയാണ് എടുത്തേക്കണത്. നാടൻ മുട്ടയാണ് വേണ്ടത്, പക്ഷേ എനിക്ക് കിട്ടിയത് വരവ് മുട്ടയാണ് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ അടിച്ചെടുക്കണേ. എന്നിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാധാരണ മുട്ട ചിക്കി വറുക്കില്ലേ, അതേപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതീയിലിട്ട് ചിക്കി വറുത്ത് വരാൻ നേരം നമ്മൾ സാധാരണ മുട്ട ചിക്കി വറുക്കണ പോലെ തന്നെ ഇരുന്നോളും. ഇതിപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർ അത് കഴിച്ചോളും. ഇത് മാത്രമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അത് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ മുട്ട വറുത്താണെന്നും പറഞ്ഞ് എല്ലാവരും കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റിയുമാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ മുട്ട വറുത്തതിനെ പോലെ ഇരിപ്പില്ലേ. അപ്പം അത്രയുള്ള